മനോരമ ന്യൂസും സീ വാട്ടർ ഏജൻസിയും ചേർന്ന് ഫെബ്രുവരി മാസത്തിൽ 4 ആഴ്ചകളിലായി നടത്തിയ സർവേയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗ്രാഫ് കുത്തനെ ഉയരുന്നതായി വെളിപ്പെട്ടിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്നതിന്റെ സൂചനയായി മനോരമ ഇതിനെ കാണുന്നില്ലെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെയാണ് കരുതുന്നത്. 31.3% പേർ മുഖ്യമന്ത്രിയുടെ പ്രകടനം നല്ലതാണെന്ന് സർവേയിൽ പറയുന്നു. ശരാശരി എന്ന് പറയുന്നവർ 18.5%. രണ്ടും കൂടി കൂട്ടിയാൽ 50% ആളുകൾ പിണറായിയെ അനുകൂലിക്കുന്നു എന്നു കാണാം. മുഖ്യമന്ത്രിയുടെ പ്രകടനം മോശമെന്ന് 46.7% ആളുകൾ പറയുന്നു. അഭിപ്രായമില്ലാത്തവർ 3.5%. പ്രകടനം നല്ലത് എന്ന ഫെബ്രുവരി ആദ്യവാരം 27% അത് കൂടി വരുന്നതായിട്ടാണ് സർവേ കാണിക്കുന്നത്. രണ്ടാം വാരത്തിൽ അല്പം കുറഞ്ഞ് 26.2 മൂന്നാം വാരത്തിൽ 29.6% ഉയർന്നു. നാലാം വാരത്തിൽ അത് വീണ്ടും ഉയർന്ന് 31.3%. മുഖ്യമന്ത്രിയുടെ പ്രകടനം മോശമെന്ന് ആദ്യം പറഞ്ഞവർക്ക് അഭിപ്രായം മാറിത്തുടങ്ങി എന്നതിന്റെ സൂചനയും മനോരമ സർവേയിൽ ലഭിച്ചു. ഫെബ്രുവരി ആദ്യം അത് 53.1%, രണ്ടാം വാരം 54.6% മൂന്നാം വാരം അത് മാറാൻ തുടങ്ങി 48.5% കുറഞ്ഞു. നാലാം വാരമായപ്പോൾ വീണ്ടും കുറഞ്ഞ് 46.7%. ഇതിനെ മനോരമ ന്യൂസിന്റെ എഡിറ്റർ ജോണി ലൂക്കോസ് വിശകലനം ചെയ്യുന്നത് രസമായിട്ടുണ്ട്. ഈ സർക്കാർ മുന്നോട്ടുവയ്ക്കുന്ന ഒരു നരേറ്റീവ് ഉണ്ടെന്ന് ജോണി പറയുന്നു. വികസനമായിക്കോട്ടെ, പദ്ധതികളായിക്കോട്ടെ, പുനരധിവാസമായിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഒരു ആറാട്ട് നടക്കുന്ന സമയമാണെന്ന് കാണുകയാണ് ജോണി ലൂക്കോസ്. മോഹൻലാൽ നടത്തിയ അഭിമുഖത്തിലൂടെ പിണറായിയുടെ വേറിട്ട വ്യക്തിത്വം ആളുകളെ സ്വാധീനിച്ചെന്നു പറയാനും മനോരമ ന്യൂസ് മറന്നിട്ടില്ല.